പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ദൈവം അനുവദിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, എങ്ങനെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ ബന്ധങ്ങളോട്, നമ്മുടെ സഭയോട്, നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോട്, നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള പശ്ചാത്തലങ്ങളോട്, രാഷ്ട്രത്തോട്, പുതിയ കണ്ടുപിടുത്തങ്ങളോട്, നമ്മുടെ വിശ്വാസത്തോട്, നമ്മുടെ കൂതാശകളോട്, നമ്മുടെ കുടുംബജീവിതത്തിലെ ബന്ധങ്ങളോട് ഒക്കെ എങ്ങനെയുള്ള ഒരു ബന്ധമാണ് സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒരു ധാരണ ഇതുവരെ ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് വിവാഹം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നു, യുവതികൾ ഭാര്യ ഭർത്താക്കന്മാരാകുന്നു, വിവാഹം കഴിച്ച് സ്നേഹത്തിൽ ഒന്നിക്കുന്നു, അപ്പനും അമ്മയാകുന്നു, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു, അവർ സഭയുടെ ഭാഗമാകുന്നു, സമൂഹത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ തൻ്റെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ ആ കുഞ്ഞ് സമൂഹത്തിൻ്റെ അഥവാ രാഷ്ട്രത്തിൻ്റെ മകനാവുന്നു, ഒപ്പം സഭയുടെ മകനാണ്. ഇത് വലിയ ഒരു മഹത്വമാണ്. അങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപം പ്രാപിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, അമേരിക്കയിലുള്ള ഡൊണാൾഡ് ട്രംപൊക്കെ പറയുന്നു കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം. വ്ളാഡിമിർ പുടിൻ പറയുന്നു കുഞ്ഞുങ്ങൾ കൂടുതൽ വേണം, അതുകൊണ്ട് കുടുംബജീവിതം വളരെ ഭക്തമാകണം, കുഞ്ഞുങ്ങൾ കൂടുതൽ വേണം. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം, ലോകത്തൊരു സാമൂഹ്യ നടപ്പുണ്ട്, സാമൂഹ്യ നീതിയുണ്ട്, ഒരു സാമൂഹിക തത്വശാസ്ത്രമുണ്ട്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ വ്യവസ്ഥിതി സംബന്ധിക്കുന്ന ആ രാജ്യം ഏതുമായിക്കോട്ടെ, അതിപ്പോൾ നിരീശ്വരവാദ രാഷ്ട്രമായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിക്കോട്ടെ, ഫെഡറൽ സംവിധാനമായിക്കോട്ടെ, രാജ്യഭരണമായിക്കോട്ടെ, ഏതൊരു ഭരണ സംവിധാനത്തിലും ഒരു വ്യവസ്ഥിതിയുണ്ട്. അത് പൊതു നന്മയാണ്, പൊതുമൂല്യമാണ്, പൊതുനീതിയാണ്, പൊതുസത്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കേട്ടോ, അതിൻ്റെ ആ വാർത്തയെപ്പറ്റി ഞാൻ അല്പം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ചൈന പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു, പുതിയ ഒരു ചാറ്റിംഗ് സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അതങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾ അവർ കഴിവുള്ളവർ പുതിയ ചാറ്റിംഗ് സംവിധാനം കണ്ടുപിടിക്കും, അത് കോടാനുകോടി രൂപ ഉണ്ടാക്കും. അതൊക്കെ അത് ഒരു ഭരണാധികാരിമാരുടെ ചുമതലയാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കഴിവാണ്. അത് അവരുടെ ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടാക്കും, അവർ കോടാനുകൂടി സംവദിക്കും. അതിനൊക്കെ നമുക്കെന്ത് ചെയ്യണം? ഞാനും ആ സംഭവമായിട്ട് എനിക്കെന്ത് ബന്ധം? ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ സൗകര്യം പോലെ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ എൻ്റെ സൗകര്യം പോലെ അധ്വാനിക്കുന്നു, ഞാൻ സൗകര്യമുള്ളപ്പോൾ കിടന്നുറങ്ങുന്നു, സൗകര്യമുള്ള പ്രോഗ്രാമുകളൊക്കെ കാണുന്നു, ഞാൻ എൻ്റെ സൗകര്യം പോലെ ഇരിക്കുന്നു. എനിക്കിഷ്ടമുണ്ടെങ്കിൽ സഭയിൽ ദേവാലയത്തിൽ പോകുന്നു, അതൊക്കെ എൻ്റെ മതപരമായിരുന്നു, അത് വ്യക്തിപരമായിരുന്നു. അതിനാർക്കെന്ത് ഛേദം? എന്നാൽ പ്രിയ സഹോദര സഹോദരി, പ്രിയ ജനമേ, നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, എല്ലാ രാഷ്ട്രങ്ങൾക്കും അതിൻ്റെ ഒരു തത്വസംഹിതയുണ്ട്, ഒരു രാഷ്ട്രീയ മൂല്യമുണ്ട്. ഈ രാഷ്ട്രീയ മൂല്യത്തെ, ഈ തത്വസംഹിതയെ, ഈ നീതിബോധത്തെ, ഈ ക്രമീകരണത്തെ ഇനി വരുന്ന ഏതാനും ചില കാലഘട്ടം കഴിയുമ്പോൾ തകിടം മറിക്കാൻ പോകുന്നു. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു പോയിന്റ് കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കർത്താവ് പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. അതിൻ്റെ ക്ലാസ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി ക്ലാസ്സായിട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അശുദ്ധമായതും കൗടില്യവും മ്ലേച്ഛതയും എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. അത് നമുക്കറിയാം. അതാണ് ആദ്യമേ പറഞ്ഞ, ഒരു കുടുംബജീവിതം, ഒരു വിവാഹം കഴിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. അതാണ് എൻ്റെ അടിസ്ഥാനത്തിലെ ഒന്നാമത്തെ ഘടകം. അല്ലാതെ ആണും തമ്മിലല്ല, പെണ്ണും തമ്മിലല്ല. അത് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നതാണ്, ഒരു സ്ത്രീയും പുരുഷനുമാണ് വിവാഹം കഴിക്കേണ്ടത്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ചാറ്റിംഗ് സംവിധാനത്തിൽ കൂടി, അത് വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, ഈ വിവാഹം എന്ന തത്വസംഹിതയെ അങ്ങ് മാറ്റിമറിക്കാൻ പോവുകയാണ്. അതായത് ഒരു സ്ത്രീയും പുരുഷനും, ഇഷ്ടമുള്ള സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റിയ കൊടുക്കുന്നു, കൊടുത്തില്ല. ഇനി കൊടുത്താലും അവർ പ്രത്യേക രീതിയിൽ അങ്ങ് വളർന്നു വന്നോളും. അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കുറച്ച് കാലമൊക്കെ നോക്കിയാൽ മതി. ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് സംരക്ഷിക്കും. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുങ്ങളുണ്ടായാൽ മതി. രാഷ്ട്രത്തിന് പട്ടാളത്തിലെ ആൾ വേണം, രാഷ്ട്രീയ പ്രവർത്തികൾക്ക് സമൂഹത്തിൻ്റെ പല ജോലികൾ ചെയ്യുന്ന ആളുകൾ വേണം. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായാൽ മതി. അപ്പോൾ അവിടെ വിവാഹം എന്നത് വേണ്ട. വിവാഹമില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിൽ തന്നെ രണ്ടാമത് സംവിധാനം വരാൻ പോകുന്നത്, വിവാഹം കഴിക്കാതെ തന്നെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനുള്ള സംവിധാനം.
അതിനുള്ള ക്ലബ്ബുകൾ, അതിനുള്ള ചാറ്റിങ്ങൾ, അതിനുള്ള സിനിമകൾ, സീരിയലുകൾ, അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള നൈറ്റ് ക്ലബ്ബുകൾ, അതിനുള്ള ഹോട്ടൽ സംവിധാനങ്ങൾ, അതിനുള്ള ബാറുകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളുമായിട്ടുള്ള സമരം. വിവാഹം കഴിക്കാതെ തന്നെ വിവാഹത്തിലെ എല്ലാം ആസ്വദിക്കാനുള്ള അവസരം. ഇനി മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സംവിധാനം. അതായത് എനിക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ സ്വർഗ്ഗഭോഗം ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ലെങ്കിൽ ലിവിങ് ടുഗദർ പോലത്തെ സംഭവം വേണമെങ്കിൽ അങ്ങനെ ആവാം, ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കുന്നു പിന്നീട് പിരിയുന്നു അങ്ങനെയും ആവാം. ഇനി വ്യഭിചാരം ചെയ്യുന്നതിനും ഒരു പ്രശ്നമില്ല. അതായത് വ്യഭിചാരത്തെ ഇനിയുള്ള വരും കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിവാഹം എന്നത് ഇല്ലാതെയാവുകയും വ്യഭിചാരം എന്നത് ഒരു ഫാഷനായിട്ട് വരികയും വ്യഭിചാരത്തെ സാമൂഹ്യവൽക്കരിക്കുകയും വ്യഭിചാരം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കപ്പെടുകയും വ്യഭിചാരത്തിന് വേണ്ടിയുള്ള തത്വസംഹിതവും ആശയങ്ങളും കാഴ്ചപ്പാടും പ്രോത്സാഹിപ്പിക്കുകയും ആ രീതിയിലുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു വിഷയമായിട്ട് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ നീതിബോധം ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന, ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, അല്ലെ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന ഒരു സാമൂഹ്യ നീതി, ഒരു പ്രപഞ്ച സംവിധാനം, അല്ല സഭാ സംവിധാനം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി എല്ലായിടത്തും ഉണ്ട്. ഇതിനെ മൊത്തം തകിടം മറിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു വലിയ നിഗൂഢ രഹസ്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത് വലിയ അപകടമാണ്. വലിയ അപകടത്തിലേക്കാണ് നമ്മൾ വിചാരിക്കുക ശാസ്ത്രീയ പുരോഗതിയല്ലേ, ശാസ്ത്രമല്ലേ, അതൊക്കെ നന്മയ്ക്കല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അത് അതിൻ്റേതായ ചില തലങ്ങളിൽ മാത്രമേ ശാസ്ത്രം അതിൻ്റെ പുരോഗതിയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, വൈദ്യുതി, വെളിച്ചം കാണാൻ വേണ്ടി വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് ചാർജിങ്, ഫാന്, കാര്യങ്ങളൊക്കെ. പക്ഷെ തൊട്ടുപോയാൽ മരിക്കും. അപ്പോൾ തൊടാൻ പറ്റാത്തൊരു സംഭവമാണ് വൈദ്യുതി നല്ലതാണെന്ന് വിചാരിച്ച് തൊട്ടുപോയാൽ പോയില്ലേ. അതുപോലെ വാഹനം 240 കിലോമീറ്റർ സ്പീഡിൽ ഒരു കാർ ഓടിക്കാൻ പറ്റും. എന്നാൽ ഞാൻ 240 കിലോമീറ്റർ സ്പീഡ് ഞാൻ കാർ ഓടിച്ചിട്ടേ അടങ്ങുള്ളൂ വിചാരിച്ച ഒരാൾ 250 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചെന്ത് സംഭവിക്കും? വളവ് തിരിയല, നേരെ വണ്ടി അങ്ങ് പോകും. അപ്പോൾ അതിൽ തന്നെ ഏത് ശാസ്ത്രത്തിനും അതിൻ്റേതായ ആ പരിധികളും പ്രശ്നമുണ്ട് എന്നതുപോലെ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഈ ചാറ്റിംഗ് സംവിധാനം എന്ന് പറയുമ്പോൾ അതിന് മറ്റ് ചില അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാൻ സംസാരിച്ചതിനകത്ത് ഒരു പ്രധാന ഭാഗം ഞാൻ പറയുണ്ടായി, അത് സർപ്പത്തെപ്പോലെ സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. അത് വരുന്ന തലമുറയ്ക്ക്, അതായത് ഇപ്പോൾ ജീവിച്ച് 2025 മുതൽ ഇപ്പം മുകളിലോട്ട് ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വലിയൊരു പ്രശ്നം, വലിയൊരു വിപത്ത്, വലിയൊരു തകർച്ചയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാമുഖ്യമില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ അപ്പനുണ്ട്, അമ്മയുണ്ട്, മകനുണ്ട്, മകളുണ്ട്. അപ്പോൾ അപ്പൻ മകൻ ബന്ധം, അമ്മ മകൾ ബന്ധം, അപ്പൻ മകൾ ബന്ധം, ആങ്ങള പെങ്ങൾ ബന്ധം എന്നൊരു ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. ഇനി മറ്റൊന്ന് നമുക്ക് ഒരു രാഷ്ട്രീയ തലത്തിൽ ചിന്തിക്കാം. രാഷ്ട്രീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമുള്ളത് മക്കളാണ്. അപ്പോൾ കുടുംബ ബന്ധത്തിൽ നിന്ന് വന്ന മക്കളാണെങ്കിലേ ആ രാജ്യത്തിൻ്റെ തത്വസംഹിതകളെ അവർ സ്വീകരിക്കുള്ളൂ. കാരണം അപ്പനും അമ്മയും കൂടി ജന്മം കൊടുത്ത ആ കുഞ്ഞുങ്ങൾക്ക് നീതിബോധമുണ്ട്, അതിനകത്ത് ദൈവാത്മാവുണ്ട്, ദൈവിക കൽപ്പനകളുണ്ട്, ദൈവിക പഠനമുണ്ട്, ദൈവിക ചിന്തയുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങൾ സമൂഹത്തിലേക്ക് വന്നാൽ, രാഷ്ട്രത്തിന് വേണ്ടി വന്നാൽ അവിടെ നീതിയും ന്യായമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് തത്വസംഹിതകൾ സ്വീകരിക്കാൻ അവിടെ അവർക്ക് സാധിക്കും. എന്നാൽ ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ സംവിധാനത്തിന് 2 കുഞ്ഞുങ്ങളുണ്ടായി. ലിവിങ് ടുഗദർ വന്നിടത്ത് അവിടെ എന്താണ്, അവിടെ ദൈവാത്മാവില്ല, വിവാഹം സംഭവിച്ചിട്ടില്ല. വിവാഹം സംഭവിക്കാതെ 2 കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ ഏത് നീതിയാണ് പാലിക്കേണ്ടത്? അവർ ഏത് ആത്മാവാണുള്ളത്? ദൈവാത്മാവില്ല. അപ്പോൾ എന്തോ ഒരു ആത്മാവ്, ആ ആത്മാവിൽ നിന്ന് ജന്മം കൊള്ളുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ചില നിയമങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ചില രാഷ്ട്രീയ തത്വസംഹിതകൾ, ചില നിയമങ്ങൾ, അല്ലെങ്കിൽ മതപരമായ ചില കാര്യങ്ങൾ, ദൈവികമായ ചില കാര്യങ്ങൾക്ക് അവർക്ക് മൂല്യം കൊടുക്കുന്നില്ല. അവർക്കതിന് പ്രാമുഖ്യമോ പ്രാധാന്യമില്ല. അപ്പോൾ അവർ താന്തോന്നികളാവാം, അവർ ധിക്കാരികളാവാം, അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നതാവാം. അതുകൊണ്ടാണ് ധാർമ്മിക മൂല്യങ്ങൾ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ 3 വാർത്തകൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഒന്ന് അവിഹിത ഗർഭത്തെക്കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് ബന്ധപ്പെടുമ്പോൾ തന്നെ കൊലപാതകം ചെയ്യുന്ന അവസ്ഥ വരുന്നു. ഇതൊക്കെ ഈ ആത്മീയ പഠനങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അവിടുത്തെ ആത്മാവ് ഏതാണ്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അശുദ്ധവും മ്ലേച്ഛതവും കൗടില്യവും അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ രാജ്യത്ത് സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏത് ആത്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമൂഹം പോകുന്നത്? ഏത് ആത്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രം മുന്നോട്ട് പോകുന്നത്? ഏത് ആത്മാവാണ് ഒരു കുടുംബത്തിൽ ഭരിക്കുന്നത്? ദൈവാത്മാവാണോ അശുദ്ധാത്മാവാണോ? അതനുസരിച്ചായിരിക്കും ആ കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. എന്നാൽ ഇതിനെ തകിടം മറിക്കുവാൻ ചില ചാറ്റിങ്ങുകൾക്കോ ചില തത്വസംഹിതകൾക്കോ കഴിയും.
ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ഒരു വ്യക്തി, എത്ര കിലോമീറ്ററുകൾ, 10,000-കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന വ്യക്തിക്ക് 10,000 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന വേറൊരു വ്യക്തിയോട് സംസാരിച്ച് അവനെ നശിപ്പിക്കുവാനോ രക്ഷിക്കുവാനുള്ള കഴിവുണ്ട്. അത് 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 നമ്മൾ മനസ്സിലാക്കുന്നത്, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് പ്രിയപ്പെട്ടവരെ? അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മറ്റൊരു രീതി എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് പഠിക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം ആദ്യം കാണുന്നത് ശരിക്കും എന്താണ്? ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്, ശാസ്ത്രമാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതിനകത്ത് നിക്ഷിപ്തമായിരിക്കുന്ന ചില നിഗൂഢ രഹസ്യങ്ങൾ, ചില നിഗൂഢ പ്രശ്നങ്ങൾ നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് വരാനിരിക്കുന്ന തലമുറ, അത് വരാനിരിക്കുന്ന ചുരുങ്ങിയ ചില കാലഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ നിലവിലുള്ള പ്രപഞ്ച നിയമങ്ങളെ, നിലവിലുള്ള കുടുംബ നിയമങ്ങളെ, നിലവിലുള്ള രാഷ്ട്രീയ നിയമങ്ങളെ, രാജ്യങ്ങളുടെ നിയമങ്ങളെ ലോകം മൊത്തമായിട്ട് മാറ്റിമറിക്കാൻ പോവുകയാണ്. അതെവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയാൽ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട, അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാലും മനസ്സിലാവുള്ളൂ, പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 2 മൃഗങ്ങൾ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലയിൽ ദൈവദൂഷണന്മാരുടെ ഒരു നാമവും ഉണ്ടായിരുന്നു. അതിനുശേഷം 3-ാമത്തെ, അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറി വെട്ടപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകരമായ ആ മുറിവ് സുഖമാകപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇനി അടുത്ത വചനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ പുതിയ ചാറ്റിംഗ് സംവിധാനം, ഈ ലിവിങ് ടൂതറുകൾ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ എല്ലാ ആസ്വാദനങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് വരുന്ന ഭാഗമാണ് ഇനി കൂടുതൽ പറയാൻ പോകുന്നത്. മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. ഇതാണ് നമ്മൾ ഇനി പഠിക്കേണ്ട ഭാഗം. ഇനി വരാനിരിക്കുന്ന വലിയ വിപത്തുകൾ, വരാനിരിക്കുന്ന വൻ തകർച്ചകൾ, വരാനിരിക്കുന്ന വലിയ ശാപങ്ങൾ, വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങൾ, കൊലപാതകങ്ങൾ, അവിടെ എല്ലാം സംഭവിക്കാൻ പോകുന്നത് മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അതായത് സർപ്പത്തെ ആരാധിക്കുന്ന ഒരു കാലം ഇതിനു മുമ്പ് പല കാലങ്ങളിലും പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അത് അക്ഷിമ ദേവത, ബാലദേവന്മാർ, നമുക്കറിയാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ദാനിയേൽ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അക്ഷിമ ദേവത എന്നൊക്കെ പറയുന്നത് അക്ഷര പ്രതിഷ്ഠകൾ, ഇതൊക്കെ ലൈംഗിക ദേവതയായിട്ട് ലൈംഗിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ കർത്താവ് വന്നിരിക്കുകയാണ്, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. സർപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു പാമ്പ്, ഇങ്ങനൊരു പാമ്പ്. എന്നാൽ ദൈവം അർത്ഥമാകുന്ന സർപ്പം അതല്ല. ദൈവം അർത്ഥമാക്കുന്ന വിവാഹം എന്ന ദൈവിക പദ്ധതിയെ മാറ്റിമറിച്ചുകൊണ്ട്, ആ സംവിധാനത്തെ എടുത്തു മാറ്റിക്കൊണ്ട് വ്യഭിചാരം എന്ന സത്യത്തെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറാൻ പോകും. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിനകത്ത് നിഗൂഢ രഹസ്യം എന്ന് പറയുന്നത്. അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളിൽ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്, സർപ്പാരാധന എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ ഒരു പള്ളിയോ അമ്പലമോ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നു എന്നുള്ളതല്ല. മറിച്ച് എങ്ങനെ വിവാഹമില്ലാതെ ഇതെല്ലാം ആസ്വദിക്കാം. അതായത് വിവാഹം എന്നതിനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ ബന്ധങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അത് അപ്പൻ മകൾ ബന്ധം, അമ്മ മകൻ ബന്ധം, ആങ്ങള പെങ്ങൾ ബന്ധം, മരുമകൻ മരുമകൾ ബന്ധം, അളിയൻ പെങ്ങൾ ബന്ധം, ആങ്ങള പെങ്ങൾ ബന്ധം, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ എന്നേക്കുമായിട്ട് തകർത്ത് തരിപ്പണമാക്കി അതില്ലാതെയാക്കിയെടുക്കുക. അങ്ങനെ ബന്ധങ്ങളില്ലാത്തൊരു സമൂഹം, ബന്ധങ്ങൾ, ദൈവിക ബന്ധങ്ങൾ, ആത്മീയ ബന്ധങ്ങൾ, ആത്മീയ നിയമങ്ങൾ ഇല്ലാത്തൊരു സംസ്കാരം, ഇല്ലാത്തൊരു സംവിധാനം, അങ്ങനത്തെ ഒരു സംഭവം ലോകത്തിൽ കൊണ്ടുവരിക. അത് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മൃഗം എന്ന സ്വഭാവമുള്ള, അതായത് വലിയ കൊലപാതകം നടത്താനുള്ള ശക്തി, വലിയ യുദ്ധം ചെയ്ത് ഒരു രാഷ്ട്രത്തെ കീഴ്പ്പെടുത്താനുള്ള ഒരു സൈനിക ശക്തി ഒരു രാഷ്ട്രത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈനിക ശക്തിയെ തോൽപ്പിക്കാൻ പറ്റാതെ വന്നാൽ അതിൻ്റെ കീഴിൽ വരുന്ന രാഷ്ട്രങ്ങളെ അവരിതുപോലെ വ്യഭിചാരത്തിനായിട്ട് പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഈ ബന്ധങ്ങളില്ലാത്ത സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അതെല്ലാം സംഭവിക്കുന്നത് ഇത്തരം ചിത്രങ്ങൾ, സിനിമകൾ, കാഴ്ചപ്പാടുകൾ, നിറങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ ഡാൻസുകൾ, അതിൻ്റെ വസ്ത്ര സംവിധാനങ്ങൾ, അതിൻ്റെ ഭക്ഷണ രീതികൾ, അതിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ പരസ്യങ്ങൾ, ഇങ്ങനെ 100 കാര്യങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് വരും. അപ്പോൾ നമ്മൾ അന്താളിച്ചു പോകും. ഇതെന്താണ്?
ഒരു സമൂഹത്തിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 10, 18, 10, 20, 10, 30 വയസ്സുള്ള പെൺകുട്ടികൾ, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പോലും, 1, 2 കുട്ടികളുള്ള സ്ത്രീകൾ പോലും ഒരു ഒറ്റയുടുപ്പ് പോലെ സാധനം ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഒരൊറ്റയുടുപ്പ് പോലെ വലിയ പെൺകുട്ടിയാണ്, പക്ഷേ പെൺകുട്ടി ഒരു ഒറ്റയുടുപ്പ് പോലെ കാലിന് മുട്ടിന് അല്പം താഴെ വരെ ഇറക്കമുള്ളൂ. അതിന് പിന്നെ അതിൻ്റെ അടിയിൽ വേറെ വസ്ത്രങ്ങളില്ല താനും. പാൻറ്റ് പോലത്തെ സാധനവും ചുരിദാർ പോലത്തെ സാധനമല്ല, ഒറ്റയുടുപ്പ് പോലെ. അപ്പോൾ ഇത് കാണുന്ന മാത്രമേ നമുക്ക് എന്താ മനസ്സിലാക്കുക, ഇത് പെൺകുട്ടിയാണോ ഒരമ്മയാണോ സ്ത്രീയാണോ എന്താണോ നമുക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാകുകയുമില്ല. ഇത് കുട്ടിയാണോ വലിയ സ്ത്രീയാണോ മനസ്സിലാകില്ല. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ നേരിട്ട് കാണുന്ന കണ്ണ് കണ്ട് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുക. അതായത് ഒരു സർപ്പ സ്വഭാവം, അതായത് ഒരു വ്യഭിചാര ആസക്തി നമ്മളിലേക്ക് വരത്തക്ക രീതിയിൽ, കണ്ണുകൊണ്ട് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ, തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ നമ്മുടെ കണ്ണിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു സമൂഹത്തിൽ മാറ്റം വരില്ല, ഇങ്ങനെ പടിപടിയായിട്ട് മാറ്റം. അപ്പോൾ ഇങ്ങനെ ആധിപത്യവും പ്രാബല്യവും ശക്തിയുമുള്ള ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ അതിൻ്റെ സഖ്യരാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ കീഴിൽ വരുന്ന, അടിമത്തത്തിൽ വരുന്ന രാഷ്ട്രങ്ങളിലേക്ക് ഈ സർപ്പാരാധന അഥവാ വ്യഭിചാരത്തെ, അതായത് വിവാഹവും ബന്ധങ്ങളും നിയമങ്ങളും ഇല്ലാത്തൊരു സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് വരില്ല. അത് പെട്ടെന്ന് വരാൻ ഓരോ രാഷ്ട്രങ്ങളുടെ സ്വഭാവം, ഇപ്പോൾ അമേരിക്കയുടെ സ്വഭാവമല്ല ഇന്ത്യയുടെ സ്വഭാവം. ഇന്ത്യയുടെ ഭാരത സംസ്കാരമുണ്ട്. ഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ ഹൈന്ദവ ആചാര അനുഷ്ഠാനമുള്ള ധാർമ്മിക മൂല്യവും സത്യസന്ധതയും നീതിബോധവും എല്ലാം ഇന്ത്യ എന്ന രാഷ്ട്രത്തിലുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ പെട്ടെന്നൊരു ഒരു സർപ്പാരാധന പോലത്തെ സംഭവം, ഈ വിവാഹം ഇല്ലാത്തൊരു സംവിധാനം, അല്ലെ അതിന് തത്തുല്യമായ സംഭവം കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരിക, നിയമത്തിൽ കൂടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ അതേ ഗവൺമെൻറ് അല്ലെങ്കിൽ സംവിധാനം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കൂടെ, അന്തർഭാഗത്തുകൂടെ ഇതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം സർപ്പാരാധന, അതായത് പൈശാചിക ആരാധനകൾ വരിക. അത് വ്യഭിചാരത്തിൻ്റെ ആരാധനകൾ, ലിവിങ് ടുത്തിൻ്റെ ആരാധനകൾ, സ്വർഗ്ഗഭോഗത്തിൻ്റെ ആരാധനകൾ, വിവാഹമില്ലാതെ തന്നെ കുഞ്ഞുങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള സംവിധാനം. വിവാഹം കഴിച്ചിട്ടില്ല, അവർ ലിവിങ് ടുത്തിലായിരിക്കും, ഒരുമിച്ച് ജീവിച്ചു, കുറേ 2 or 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. അപ്പോൾ അങ്ങനെ കുറേ സംഭവം, അങ്ങനെ 10,000, അങ്ങനെ 1 കോടി കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നു വിചാരിക്കും. ഒരു രാജ്യത്ത് 1 കോടി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ലിവിങ് ടുത്തിൽ കൂടെ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെയാണ് നമ്മൾ 16 വയസ്സുള്ള പെൺകുഞ്ഞ് 14 വയസ്സുള്ള ആങ്ങളയാൽ ഗർഭം ധരിച്ചെന്ന് പറയും. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇത് വലിയ നിഗൂഢ രഹസ്യമാണ്. നിങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, സഭയുടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കൂടുതൽ ഞാൻ എടുക്കുന്നത്. നമ്മൾ സമൂഹത്തെ നോക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ എന്തും സംഭവിച്ചോട്ടെ, അത് രാഷ്ട്രീയ വ്യവസ്ഥിതികളും രാജ്യത്തിൻ്റെ നിയമങ്ങളും അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. കത്തോലിക്ക സഭയെ സംബന്ധിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് ഒരുങ്ങുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ ആധാരമാക്കിയുമാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത്തരം ആസ്വാദനങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കും. അപ്പോൾ ആസ്വാദനം കൂടുതൽ വരുന്നതിനനുസരിച്ച് സ്ത്രീയുടെ ആസ്വാദനങ്ങൾ, ലൈംഗിക ആസ്വാദനങ്ങൾ, അതിന് വസ്ത്ര സംവിധാനത്തിൻ്റെ ആസ്വാദനങ്ങൾ. ഇപ്പോൾ നമുക്ക് കാണാം വിവാഹത്തിൻ്റെ സംവിധാനങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് ഞങ്ങളെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ 3:30-ക്കാണ് കല്യാണം. സാധാരണ കല്യാണങ്ങളൊക്കെ സംഭവം നടക്കുന്നത് എവിടെയാണ്? രാവിലെ 10-നും 11 മണിക്ക് ഇടയ്ക്കുള്ള സമയം, 10:30, 11 മണിക്കാണ് എല്ലാ സ്ഥലങ്ങളിലും. ഇതുവരെയുള്ള പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ദേവാലയങ്ങളിൽ നടക്കുന്ന വിവാഹം എന്ന് പറയുന്നത് രാവിലെ 10:30-ക്കും 11 മണിക്ക് ഇടയ്ക്കാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു, മനുഷ്യൻ പിരിയുന്നു. ഇപ്പോൾ അവിടെ വരുന്ന കല്യാണം ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് 3:30-ക്കാണ് കല്യാണം. 3:30 കല്യാണം കഴിഞ്ഞ് 3:30, 4:30 ആ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് 4:30, 5 മണിയായി. ഭക്ഷണം കഴിക്കുന്നത് രാത്രി സമയത്ത്. അപ്പം പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പാട്ടും കൂത്തും, അതായത് തിന്നാനും കുടിക്കാനുമായി അവർ ഇരുന്നുവെന്നും നൃത്തം ചെയ്യാനായി അവർ എഴുന്നേറ്റുവെന്നും അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്ന അപ്പസ്തോല പ്രവൃത്തിയിൽ എഴുതിയ വചനം അവിടെ സംഭവിക്കുകയാണ്. അതായത് എല്ലാം ഒരു എന്താ പറയുക, ഒരു സർപ്പാരാധനയുടെ രീതിയിലുള്ള വസ്ത്ര സംവിധാനങ്ങൾ, പാട്ട് സംവിധാനങ്ങൾ, വസ്ത്ര സംവിധാനങ്ങൾ, ഭക്ഷണം പോലും ആ രീതിയിലുള്ള അമിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൻ്റെ ഇനങ്ങൾ ഒരുപാട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കും. അതിൻ്റെ ഇടയ്ക്ക് വലിയ പാട്ടുകളും നൃത്യങ്ങളും സംഭവിക്കും. ഒരേ യൂണിഫോം ഇട്ട ആളുകൾ, അങ്ങനെ എല്ലാം ഒരു സിനിമ ഷൂട്ടിംഗ് പോലെ വിവാഹം അധംപതിക്കുന്നു. വിവാഹം എന്ന കുദാശയിൽ തന്നെ, വിവാഹം എന്ന പവിത്രതയിൽ തന്നെ അത് നശിപ്പിച്ചെടുക്കുക എന്നുള്ള സംവിധാനം. അപ്പോൾ അത് ആ സ്ത്രീയുടെ പുരുഷൻ്റെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ സ്ത്രീയുടെ എല്ലാം കാണുന്ന രീതിയിലുള്ള വസ്ത്ര സംവിധാനമാണ്. ഇതെല്ലാം വ്യഭിചാരവും അതോടനുബന്ധിച്ച് വരുന്ന സർപ്പ ആരാധനയുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളാണ്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ,
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സംവിധാനത്തേക്ക് ഏതാനും ചില വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്തു സംഭവിച്ചാൽ ഈ സർപ്പത്തെ ആരാധിക്കുന്ന സംവിധാനം വരുന്നു. മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. അപ്പോൾ എന്തായി? അപ്പോൾ വ്യഭിചാരത്തെയും ഈ അശുദ്ധിയെയും അംഗീകരിക്കുന്ന ഒരുപറ്റം രാഷ്ട്രവും ഈ കൊല്ലാനും തല്ലാനും നശിപ്പിക്കാനും രാജ്യങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് നശിപ്പിക്കാനും യുദ്ധം ചെയ്യാനും കഴിവുള്ള ഒരു രാഷ്ട്രവും, അങ്ങനെ ഒരു അശുദ്ധിയുടെ രാഷ്ട്രവും കൊലപാതകത്തിൻ്റെ രാഷ്ട്രവും, മ്ലേച്ഛതയുടെ രാഷ്ട്രവും അശുദ്ധിയുടെ രാഷ്ട്രവും, ഇങ്ങനെ ഇത് സമൂഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റി ചാറ്റിംഗ് സംവിധാനം ഉണ്ടാക്കുക, ഇതിനെ പറ്റിയ സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അവിടെ വരുമ്പോൾ വെച്ചാൽ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കളും അത് അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കുടുംബജീവിതത്തിൻ്റെ ക്ലാസ് വരെ എടുക്കുന്ന സംവിധാനങ്ങൾ വരും. അപ്പോൾ ആ രീതിയിലായിരിക്കും പിന്നീട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും ഭാര്യാഭർത്താക്കൾ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും വിവാഹം കഴിക്കാത്ത ദമ്പതികൾ, അല്ലെങ്കിൽ ദമ്പതികളല്ല സ്ത്രീയും പുരുഷനും ലൈംഗിക ആസ്വാദനം നടത്തുന്നവരെ ചാറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വരും. അഥവാ ചില നിർദ്ദേശങ്ങൾ തരുന്നതനുസരിച്ച് ചില ഇന്ന രീതിയിൽ ഇന്ന പോലെ ചെയ്യുക, അത് ആ പ്രവൃത്തി ഇങ്ങനെ ചെയ്യുക, ആ ലൈംഗികത ഇങ്ങനെ ചെയ്യുക, ഈ ലൈംഗികത ഇങ്ങനെ പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഭാഷണത്തിൽ കൂടെ ആസ്വാദനം നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, സർപ്പ ആരാധനയിലേക്ക്. അതാണ് മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മൃഗത്തെയും ആരാധിച്ചു. ഈ സംസ്കാരം, ഈ സംഭവം ഉടൻ തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് വരികയാണ്, വളരെ ശക്തമായിട്ട് വരും. അത് ആധിപത്യം ആരുടേതായിരിക്കും? സർപ്പത്തിൻ്റേതായിരിക്കും. ഒന്ന് സർപ്പത്തിൻ്റെ ആധിപത്യം ഭൂമിയിൽ വരുന്നു, മറ്റൊന്ന് മൃഗത്തിൻ്റെ ആധിപത്യം കൂടെ ഭൂമിയിൽ വരുന്നു. മൃഗം എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാണ്, വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. ആ രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റില്ല. അത് സർപ്പ ആരാധനയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ശക്തിയുള്ള ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അതും ആർക്കും പറ്റില്ല. അപ്പോൾ വലിയ ശക്തിയുള്ള രണ്ട് രാഷ്ട്രങ്ങൾ, അതിൻ്റെ ആശയത്തോട് യോജിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ, അതിനെ എതിർക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾ. അപ്പോൾ ഇത് തമ്മിലായിരിക്കും. അപ്പോൾ അതിൻ്റെ അവസാനം വരെ സംഭവിക്കുക എന്താണ് സംഭവിക്കുക? ഒന്ന് ദൈവത്തിൻ്റെ മഹത്വമുള്ള ദൈവിക നീതികൾ നടപ്പാക്കുന്ന രാജ്യങ്ങളും തത്വങ്ങളും, മറ്റൊന്ന് അതിനെ എതിർക്കുന്ന. അപ്പോൾ സാത്താനും ദൈവം തമ്മിലുള്ള ഒരു വലിയ യുദ്ധം ഭൂമിയിൽ വരാൻ വീണം. അതിനുശേഷം പിന്നെ പറഞ്ഞിരിക്കുന്ന അതിനോട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെളിപാട് 11:4, ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇതിനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ പറ്റാത്ത വിധം ഇത്തരം ആരാധനകളുള്ള, ഇത്തരം ശക്തിയുള്ള രാജ്യങ്ങളെ തോൽപ്പിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആധിപത്യം ഭൂമിയിൽ എത്ര ഭയങ്കരമായിരിക്കും. ഞാൻ മറ്റു വിവാഹം കഴിക്കാതെ തന്നെ ചെറുപ്പക്കാർക്ക് സ്ത്രീകളെ നൽകുന്ന സംവിധാനം വരും. അപ്പോൾ വിവാഹം കഴിക്കാത്ത പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാതെ തന്നെയുള്ള സ്ത്രീകൾ, വിവാഹം വേണ്ട പക്ഷേ സ്ത്രീകളെ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഇന്ന സംവിധാനത്തിൽ കൂടെ, അല്ലെങ്കിൽ അതിനുള്ള റോബോട്ടുകൾ തരാം, അല്ലെങ്കിൽ അതിനുള്ള ചാറ്റ് സംവിധാനങ്ങൾ തരാം, അപ്പോൾ അതിനുള്ള ആസ്വാദനങ്ങൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ സംവിധാനത്തിൽ കൂടെ മനുഷ്യൻ്റെ ആത്മാവിനെ എന്നേക്കുമായിട്ട് എടുത്തു കളയുന്ന, നശിപ്പിക്കുന്ന വലിയ സംവിധാനങ്ങളാണ് ഇനി ലോകത്ത് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ ഗ്രന്ഥം 13-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം, ഈ മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊരു മനുഷ്യനും, ഭൂമിയിലൊരു ഭരണ സംവിധാനത്തിനും, ഭൂമിയിലൊരു രാഷ്ട്രീയ ശക്തിക്കും ഇത്തരം ശക്തികളെ ആക്രമിച്ച് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെ അവിടെ ആരാണ് തോൽപ്പിക്കുക? അത് സർവശക്തനായ യേശു ക്രിസ്തു മാത്രമേ അവിടെ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ഇതിനോട് പോരാടി തോർക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് യേശു ക്രിസ്തുവിന് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോൾ വരാനിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചൈനയിൽ കണ്ട ആ ചാറ്റിങ് ഇന്ന് നമുക്കറിയാം, അമേരിക്കയുടെ ചാറ്റിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ പ്രാബല്യം നേടി. അതായത് ഒരു ശക്തിയുടെ മേൽ മറ്റൊരു ശക്തി അധീശത്വം നടത്തുകയും പ്രാബല്യം നേടുകയും ചെയ്തപ്പോൾ ലോകത്തിലെ ജനം മുഴുവനും ആ ശക്തിയുടെ പുറകെ പോവുകയാണ്. അപ്പോൾ ആ ശക്തിയുടെ കീഴിൽ ഈ ജനകോടികൾ വരുന്നു. അപ്പോൾ 1000 അല്ലെങ്കിൽ ഒരു 500 കോടി ജനത്തെ ഒരു മിനിറ്റ് കൊണ്ട് അവരുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തിക്ക് കഴിയും. അല്ലെങ്കിൽ ലോകത്തുള്ള 850 കോടി ജനത്തെ ഈ ഒരു ആശയത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് പിടിച്ചു നിർത്തുവാൻ ഈ ശക്തിക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണ് ഈ സർപ്പാരാധനയും ഈ ശക്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ തോൽപ്പിക്കാൻ പറ്റും. അതാണ് അങ്ങനെ വരുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയുന്നത്. അതാണ് നമുക്കറിയാം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലോ, ഗോഗ് മാഗോഗ് യുദ്ധം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ലാസ്സിനകത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നിർണായ യുദ്ധം.
സൂര്യൻ നിൽക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. എന്നാൽ 1000 വർഷം തീരുമ്പോൾ സാത്താൻ ബന്ധത്തിന് മോചിതനാവും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. കേട്ടോ, അവിടെ ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ സർപ്പ ആരാധനയ്ക്കുള്ള ശക്തിയുള്ള ആ ജനങ്ങളെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞാൽ, ഭൂമിയുടെ 4 കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും ഉള്ള ഏതൊരു വ്യക്തിയെയും വഴിതെറ്റിക്കാൻ ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കുവാൻ, ദൈവത്തെ വ്യതിരിപ്പിക്കാൻ അവൻ പുറത്തു വരും. ഗോഗ് മാഗോഗ് എന്നിവയെ അവൻ യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടും. അപ്പം ഇങ്ങനെ വന്ന് ജനങ്ങളെ വഴിതെറ്റിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് ഗോഗ് മാഗോഗ് യുദ്ധമായിട്ട് മാറുകയും 2 വൻ ശക്തികൾ, 2 പസഫിക് സമുദ്രവും അറബിക്കടലും ഏറ്റുമുട്ടുന്നത് പോലെ, വലിയ ഭീകരമായ സമുദ്രങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ ലോകത്ത് വൻ യുദ്ധമുണ്ടാവുകയും ചെയ്യും. അത് ഗോഗ് മാഗോഗ് യുദ്ധത്തിന് വഴിതെളിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ശാസ്ത്രീയമായി കാണുന്ന ഈ സംഭവങ്ങളെ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികൾ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണും. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ചില സീനുകൾ, ചില രംഗങ്ങൾ നമ്മൾ കാണും. അത് കാണുമ്പോൾ നമ്മൾ അന്താളിച്ചു പോകും. ഇതെന്താണ് ഇങ്ങനെയൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കാതുകൊണ്ട് കേൾക്കാത്ത ചില സ്വരങ്ങൾ, ചില സംഭാഷണങ്ങൾ, അത് അതിനിഗൂഢമായ സംഭാഷണങ്ങളാണ്. അത് കേൾക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത് രഹസ്യമായി നമ്മുടെ കാതുകളിലേക്ക് നമുക്ക് കേൾക്കാൻ പറ്റും. അത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ വിശുദ്ധിയുടെ ദൈവാത്മാവ് പറന്നു പോകും. ഞാനതറിയില്ല, ഞാൻ കേൾക്കുന്ന സംഭവത്തിൻ്റെ അടിമത്തിലിയും അത് വ്യക്തിപരമായിട്ട് അവൻ അടിമപ്പെട്ടു. ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. അത് കാരണം വെച്ചാൽ ഈ സംഭവങ്ങളെ പിന്നെ ആർക്കും തോൽപ്പിച്ചിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ലെന്നുള്ളതാണ്. കാരണം സഭ വരായിപ്പെടും. അവിടെ ധാർമ്മിക മൂല്യത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും പഠിപ്പിക്കേണ്ട സഭയാണ്. സഭ അവിടെ ഇല്ലാതെ വരുന്നു, ബൈബിൾ അവിടെ ഇല്ലാതെ വരുന്നു, സുവിശേഷം ഇല്ലാതെ വരുന്നു. ആ കാലഘട്ടത്തിൽ അതല്ല ശരി, അത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറയാൻ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല. ഭൂമിയുടെ 4 കോണുകളിലും ഒരു മനുഷ്യൻ പോലും അത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറയാൻ ഉണ്ടാവുകയില്ല. അത്രമാത്രം അശുദ്ധിയും മ്ലേച്ഛതയും ശരിയാണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് നടപ്പിൽ വരുന്ന സംഭവം ലോകത്തരമാണ്. ഇത് ഭയാനകമായ സംഭവമാണ്. കാരണം വെച്ചാൽ ഒരു കുടുംബത്തിലെ കുടുംബ ബന്ധം അങ്ങ് തകർന്നാൽ, അപ്പനും മകളും തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ, ജ്യേഷ്ഠനും അല്ലെങ്കിൽ അമ്മായിപ്പം മരുമകൾ തമ്മിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുമകൻ അമ്മായിമ്മ തമ്മിൽ, ആങ്ങളെ പെങ്ങളും തമ്മിൽ, ഇങ്ങനെയുള്ള ബന്ധങ്ങളങ്ങ് തകർത്താൽ പിന്നെ ആ കുടുംബത്തിൽ എന്ത് സ്വസ്ഥത, എന്ത് സമാധാനം, എന്ത് സന്തോഷമാണ് അവിടെയുള്ളത്? എന്താണ് അവിടുത്തെ ധാർമ്മിക മൂല്യം? ഒന്നുമില്ലാത്ത രീതിയിൽ വലിയ കന്നുകാലിക്കൂട്ടിലെ തൊഴുത്തുപോലെ മനുഷ്യൻ അധംപതിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ധാർമ്മിക മൂല്യം, സത്യസന്ധത, ദൈവവിശുദ്ധി, ദൈവജ്ഞാനം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇത്തരം ഇഞ്ചക്ഷനുകൾ നടക്കുമ്പോൾ അത് വലിയ ദുരന്തങ്ങൾ ഭൂമിയിലുണ്ടാക്കും. അത് ലോകത്തിൻ്റെ അവസാനമാണ്. ലോക അവസാനത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ലോകം അവസാനം കർത്താവ് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ ഇത് ക്രമേണ എന്തായി മാറും? ഒരു സോദോമും ഗോമോറ പോലെയായിട്ട് മാറും. അതാണ് കർത്താവ് പറഞ്ഞത്, സോദോം ഗോമോറ പോലെ എൻ്റെ ജനമേ അവളിന്ന് ഓടിയകലിൻ. വെളിപാട് 18:4. എൻ്റെ ജനമേ അവളിന്ന് ഓടിയകലുവിൻ എന്തെന്നാൽ. വെളിപാട് 18:4 കഥാപതിക്ക് വചനം ഏതാണ്? എൻ്റെ ജനമേ അവളിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിങ്ങളെയും പിടികൂടും. വെളിപാടിൻ്റെ പുസ്തകം 18:4. അവളുടെ മേൽ പതിച്ച മഹാമാരി നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നത്. എല്ലാം കൂടിയിരിക്കുന്നത് എവിടെയാണ്? എല്ലാം ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബഹിരാകാശത്താണ്. അതിങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ ഓരോന്ന് ഡൗൺലോഡ് ചെയ്ത് പശുവിനെ കറക്കുന്ന പോലെ ഓരോന്നിങ്ങനെ കറന്ന് നമ്മൾ പാല് കുടിക്കുന്ന പോലെ ഓരോന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധംപതനം, നമ്മുടെ ശൂന്യതയാണ് ഈ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈപ്പെട്ട സർപ്പത്തിൻ്റെ വിഭവം സൂക്ഷ്മദൃഷ്ടിയോടെ ചലനം, ഭൂമിയുടെ ചലനം, രാഷ്ട്രത്തിൻ്റെ ചലനം, കുടുംബത്തിൻ്റെ ചലനം, ഇടവകയുടെ ചലനം, സഭയുടെ ചലനം, രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം, എല്ലാം നമ്മൾ സസൂക്ഷ്മം സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്നേക്കുമായിട്ട് തീർന്നു പോകും. പിന്നീട് എന്നെ രക്ഷിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഇത്തരം നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ കണ്ണ്, കാത്, മനസ്സ്, ശരീരം, ആത്മാവ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം യേശു ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചെടുക്കണം. ക്രിസ്തുവിൽ മാത്രം. അല്പം പോലും വ്യതിചലിച്ച് പോകരുത്. നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും എങ്ങോട്ടും പോകരുത്. കാത്തു സൂക്ഷിച്ചു. വൻ ദുരന്തം ഇതിൻ്റെ പിന്നാലെ വരുന്നതാണ് ആണവ യുദ്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെ നശിച്ചാൽ, വ്യക്തി നശിച്ചാൽ, കുടുംബം നശിച്ചാൽ,
അതിനു പുറമെ അണുബോംബ് വിട്ട് കത്തിക്ക് കൂടി ചെയ്താൽ എന്നേക്കുമായിട്ട് പോകുന്ന കുടുംബവും എന്നേക്കുമായിട്ട് കത്തിപ്പോകുന്ന ഭൂമിയും അതിൽ പെട്ടുപോയത് തന്നെയാണ്. അതിനാൽ പ്രിയ നമ്മളെ സഹോദരരെ, അവിടെ രക്ഷിക്കാൻ സഭയുണ്ടാവില്ല, രാഷ്ട്രമുണ്ടാവില്ല, ഒരു ശക്തിയും ഉണ്ടാവില്ല. ഞാൻ എന്ന വ്യക്തി നശിച്ചാൽ ഞാൻ എന്നേക്കുമായിട്ട് തീർന്നു പോകും. അവിടെ നമുക്ക് യേശു ക്രിസ്തു പോലും സഹായമുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ ഓർത്ത് ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും നോക്കിയും കണ്ടും ശ്രദ്ധാപൂർവ്വം ജീവിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കുവാൻ അവൻ്റെ കൂടെ സർവശക്തനായ യേശു ക്രിസ്തു ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വെളിപാട് 3:10 പറയുന്നുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും. കർത്താവിൻ്റെ നിന്നെ സംരക്ഷിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ പരീക്ഷണ സമയത്ത് നമ്മൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ് എൻ്റെ ശരി. വചനത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല, വചനം വിട്ട് ചിന്തിച്ചില്ല, വചനം വിട്ട് പ്രവർത്തിച്ചില്ല, വചനം വിട്ട് ഒരു ആലോചന നടത്തിയില്ല, വചനം വിട്ടിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് ഞാൻ കാണാൻ പോയില്ല, വചനം വിട്ടിട്ടുള്ള ഒരു സംവിധാനത്തേക്ക് നോക്കാനോ കേൾക്കാനോ പോകാനോ ശ്രദ്ധ കൊടുക്കാൻ നിന്നില്ല. ഞാൻ വചനത്തിൽ മാത്രമായിരുന്നെങ്കിൽ ആ കർത്താവ് വാഗ്ദാനം ചെയ്ത് കർത്താവ് നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിനുള്ള പരിസരങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ അത്യന്തം ഭയാനകമായ, അത്യന്തം ഭീവത്സമായ, അത്യന്തം ഒരു മനുഷ്യനും ഒരു സഭയ്ക്കും ഒരു വ്യക്തിക്കും ഒരു വചനത്തും ഒരു ധ്യാന സെൻറ്ററും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റാത്ത വിധം വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക് ലോകം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം കണ്ട ഓരോ വാർത്തകൾ ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത്. അതിനകത്തെല്ലാം ഈ സംഭവങ്ങൾ നിഗൂഢമായിട്ട് ഒളിഞ്ഞിരിപ്പുണ്ട്. അകാല പ്രസവം, ഈ അകാല കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പുതിയ ചാറ്റ് സംവിധാനം വരുന്നത്, ഇതെല്ലാം ഇതിനകത്ത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. വെളിപാട് 13 വചനം, ഇപ്പം ഞാൻ വായിച്ചു കേൾപ്പിച്ച വചനം, ആ വചനത്തിനകത്തെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറയുന്നത്. വെളിപാട് 13:4 മൃഗത്തിന് അധികാരം നൽകിയ നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെ പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? അതിനാൽ പ്രിയ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം, ശ്രദ്ധാപൂർവ്വമായിരിക്കാം. ആമേൻ.